പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. മത്തായി സുവിശേഷം 9-ാം അധ്യായം 9-ാം വാക്യം. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ഹല്ലേലൂയ. യേശു കർത്താവ് നമ്മെ വിളിക്കുന്ന വിളി വ്യത്യസ്തമത്രേ. മനുഷ്യർ വിളിക്കുന്നത് പോലെ അല്ല കർത്താവ് വിളിക്കുന്നത്. കർത്താവിൻ്റെ വിളി ലോക പ്രകാരമുള്ള ലോകത്തിൻ്റെ കണക്കുകൂട്ടൽ പോലെയുള്ള വിളിയല്ല, അത് വ്യത്യസ്തമത്രേ. ഈ ലോകത്തിലെ ഹല്ലേലൂയ ജ്ഞാനികളെ ഭോഷന്മാരാക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ, ഏതുമില്ലാത്തതിനെ, നികൃഷ്ടമായതിനെ തിരഞ്ഞെടുത്തു. ഇതാ അപ്പസ്തോലനായ ഹല്ലേലൂയ മത്തായിയെ കർത്താവ് വിളിക്കുന്ന ചരിത്രമത്രേ നാം ഇവിടെ വായിക്കുന്നത്. എന്താ ഈ വിളിയുടെ പ്രത്യേകത? ഒന്ന്, കർത്താവിന് ബോധിച്ച സമയത്ത് ദൈവം വിളിക്കും. ദൈവം ഇന്ന സമയത്ത് ഇന്ന നാഴികയിൽ വിളിക്കും എന്നല്ല. ഇതാ മത്തായിയെ വിളിക്കുന്നത് താൻ പോകുന്ന പോക്കിൽ. അവൻ അവിടെ നിന്ന് പോകുമ്പോൾ മത്തായിയെ വിളിച്ചു. പ്രിയരെ, കർത്താവിന് ഇന്ന കാര്യത്തിന് വേണ്ടി വന്ന് ഇന്ന സമയത്ത് വിളിക്കണം എന്നില്ല. കർത്താവിന് ബോധിച്ച സമയത്ത് നിങ്ങളെ വിളിക്കാൻ പറ്റും. ഏത് സമയത്തും നിങ്ങൾ ഒരുക്കമുള്ളവരാണോ, നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഇന്ന് പകൽക്കാലവും നിങ്ങൾ എവിടെ ആയിരുന്നാലും, ഏത് സ്ഥലത്തൂടെ നിങ്ങൾ പോയാലും, നിങ്ങൾ ഏത് വ്യക്തികളെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തും നിങ്ങളെ വിളിക്കാൻ കർത്താവ് വിശ്വസ്തനത്രേ. കർത്താവിന് മതിയായവനത്രേ. എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ നിൻ്റെ ശബ്ദം എനിക്കൊന്ന് കേൾക്കണം, നിന്നോട് ഒന്ന് സംസാരിക്കണം. കർത്താവ് നിങ്ങളെ വിളിപ്പാനും വിശ്വസ്തനത്രേ. മത്തായിയെ താൻ പോകുന്ന പോക്കിലത്രേ കർത്താവ് വിളിച്ചത്. ഹല്ലേലൂയ. പലരും വിചാരിക്കും രാവിലെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വിളിക്കും. അല്ല, വൈകുന്നേരം കിടന്നുറങ്ങുമ്പോൾ ശമൂവേലിനെ വിളിച്ചതുപോലെ വിളിക്കും. ഹല്ലേലൂയ. ചിലപ്പം ഉച്ചയ്ക്ക് ഹല്ലേലൂയ വെളിമ്പ്രദേശത്തിരിക്കുമ്പോൾ കർത്താവ് വിളിക്കും. കർത്താവിന് ഏത് സമയത്തും നിങ്ങളെ വിളിക്കാൻ പറ്റും. തനിക്ക് ബോധിച്ചവരെ ബോധിച്ച സമയത്ത് വിളിക്കുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാ, നിങ്ങൾ എല്ലാ കാലത്തും ഉണർവുള്ളവരായിരിക്കണം. അവൻ ഏത് സമയത്തും നമ്മെ വിളിക്കാം. അവന് വിളിക്കാൻ ഇന്ന സമയമെന്നില്ല. ഇന്ന ധ്യാനത്തിൻ്റെ സമയം, പ്രാർത്ഥനയുടെ സമയം, നിങ്ങളുടെ ഹല്ലേലൂയ നിങ്ങളുടെ വീട്ടിനകത്തിരിക്കുന്ന കൂട്ടായ്മയുടെ സമയത്ത് അവൻ വിളിക്കും എന്നല്ല. ഏത് സമയത്തും ഹല്ലേലൂയ ഏത് കാലഘട്ടത്തിലും കർത്താവിന് നമ്മെ വിളിക്കാൻ സാധിക്കും. രണ്ട്, എവിടെ വെച്ച് വിളിക്കും? ഹല്ലേലൂയ പള്ളിയിലിരിക്കുമ്പോഴാണോ വിളിക്കുന്നത്? ആരാധനയിലിരിക്കുമ്പോഴാണോ വിളിക്കുന്നത്? ഹല്ലേലൂയ അതല്ല, ശിഷ്യന്മാർ 120 പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ നടുവിലാണോ വിളിക്കുന്നത്? അങ്ങനെയല്ല. കർത്താവിന് എവിടെ വെച്ചും വിളിക്കാൻ പറ്റും. പത്രോസിനെ വിളിക്കുന്നത് താൻ വല നന്നാക്കുമ്പോഴാണ്. ശമൂവേലിനെ വിളിക്കുന്നത് താൻ കിടന്നുറങ്ങുമ്പോഴാണ്. ഹല്ലേലൂയ. ഓരോരുത്തരെയും വിളിക്കുന്നത് ഓരോ കാലഘട്ടത്തിലത്രേ. മത്തായിയെ താനായിരിക്കുന്ന ചുങ്കസ്ഥലത്ത്, താൻ ചുങ്കം പിരിക്കുന്ന സ്ഥലത്ത് കർത്താവ് വിളിച്ചു. കർത്താവിന് നീ എവിടെയാണ് ഇരിക്കുന്നതെന്ന് നന്നായിട്ടറിയാം. ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നീ എവിടെയാണോ ഇരിക്കുന്നത് അത് കർത്താവിനറിയാം. നീ ഇരിക്കുന്ന സ്ഥലത്തെ നന്നായിട്ട് അറിയുന്ന ദൈവമാണ്. 139-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവന് നന്നായിട്ടറിയാം. ഹല്ലേലൂയ. നീ പാതാളത്തിൽ പോയി കിടക്ക വിരിച്ചാലും നിന്നെ യേശു കർത്താവിന് നന്നായിട്ടറിയാം. നീ എവിടെയായിരിക്കുന്നത്, നീ ആരുടെ കൂടെയാണ് ഇരിക്കുന്നതെന്ന് കർത്താവിന് നന്നായിട്ടറിയാം. നിങ്ങൾക്കറിയാമല്ലോ, നഥനയേലിനെ ദൈവം വിളിക്കുമ്പോൾ ദൈവം പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാ, നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണ് നിന്നെ കണ്ടു. കർത്താവിന് ആ സമയത്ത് വെച്ച് തന്നെ അവനെ നന്നായിട്ടറിയാം. പ്രിയരെ, എന്തിനു പറയുന്നു? നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിയമിക്കപ്പെട്ട നാളുകളൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ, നീ പിണ്ടാകാരത്തിലായിരുന്നപ്പോൾ, നീ ഒന്നും അല്ലാതെ ഇരിക്കുന്ന സമയത്ത് പോലും കർത്താവിന് നിന്നെ നന്നായിട്ടറിയാം. നിന്നെ പേര് ചൊല്ലി വിളിക്കാൻ അവൻ വിശ്വസ്തനത്രേ. യെരമ്യാവിനോട് പറഞ്ഞു, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിൻ്റെ പേര് ചൊല്ലി വിളിച്ച് നിന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഒന്നും പറയാനില്ല. ആ സമയത്തും വിളിച്ചു വേർതിരിച്ച് തൻ്റെ വേല ഏൽപ്പിച്ചെങ്കിൽ, പ്രിയരെ, നിങ്ങളിരിക്കുന്ന സ്ഥലം, നിങ്ങൾ ഏത് സ്ഥലത്തായിക്കോട്ടെ, ഈ ഭൂമിയുടെ ഏത് മേഖലകളിലാണ് നിങ്ങൾ ഇരിക്കുന്നത്,
കർത്താവിന് നന്നായിട്ടറിയാം. കർത്താവിന് അവിടെ വെച്ച് നിങ്ങളെ വിളിക്കാൻ പറ്റും. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് ആ കരം ഉയർത്തിയിട്ടൊന്ന് നന്ദി പറയുമോ? എന്നെ വിളിക്കുന്ന ദൈവമേ, എൻ്റെ പേരറിയാവുന്ന ദൈവമേ, നിനക്ക് നന്ദി. നിൻ്റെ ശബ്ദം കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ കർത്താവിന് നമ്മെ വിളിക്കാൻ പറ്റും. ഇതാ മൂന്നാമതായി ഒരു കാര്യം കൊണ്ട് നമുക്ക് ചിന്തിക്കാം. കർത്താവിൻ്റെ വിളിയുടെ ശക്തി. ഹല്ലേലൂയ. എത്ര തിരക്കിനകത്തിരുന്നിട്ടും ഹല്ലേലൂയ മത്തായി തനിക്കുള്ളത് വിട്ട് തൻ്റെ ഓഫീസ് അടച്ച് യേശുവിൻ്റെ പിന്നാലെ ചെന്നു. ചുങ്കസ്ഥലത്തിരുന്നു കൊണ്ട് ചുങ്കം പിരിക്കുന്നവൻ, ഒത്തിരി പണമിടപാടുകൾ നടത്തുന്നവൻ, അവനെല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോയി. ഫിലിപ്പോസിൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് കത്തി ജ്വലിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവം വിളിച്ചിട്ട് പറയുന്നത്, ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകണം. ഈ കൂട്ടം വിട്ടിട്ട് നിർജ്ജന പ്രദേശത്തേക്ക് പോകണം. എല്ലാം വിട്ടിട്ട് അവൻ കർത്താവിനെ അനുഗമിച്ചു. ഹല്ലേലൂയ. ഇതാ ഡമസ്കസിൻ്റെ പടിവാതിൽക്കൽ വെച്ച പൗലോസിനെ കർത്താവ് വിളിച്ച് വേർതിരിക്കുന്നത്. പത്രോസ് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബിസിനസ് ലഭിച്ച, ഏറ്റവും വലിയ ഹല്ലേലൂയ നന്മ ലഭിച്ച സമയത്ത് കർത്താവ് പറയുന്നു, അനുഗമിക്കിൻ. എല്ലാം വിട്ട് കർത്താവിൻ്റെ പിന്നാലെ പോയി. ഇത് വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമാണ്, വിളിച്ച ദൈവത്തിൻ്റെ വിളിയുടെ ശക്തിയാണ്. അവൻ്റെ ഒറ്റ വാക്ക് മതി ജീവിത സാഹചര്യങ്ങളെ മാറ്റാൻ. അവൻ്റെ വിളിക്ക് അത്ര വലിയ ശക്തിയുണ്ട്. ഇന്ന് പകൽക്കാലവും മറ്റു മനുഷ്യർ വിളിക്കുന്നത് പോലെയല്ല കർത്താവ് വിളിക്കുന്നത്. ലോകം വിളിക്കുന്നത് പോലെയല്ല കർത്താവ് വിളിക്കുന്നത്. സഭാ നേതാക്കന്മാർ വിളിക്കുന്നത് പോലെ അല്ല കർത്താവ് വിളിക്കുന്നത്. അവൻ്റെ വാക്കിനും അവൻ്റെ ഹല്ലേലൂയ അവൻ്റെ സാന്നിധ്യത്തിനും വലിയ ശക്തിയുണ്ട്. ഇന്ന് പകൽക്കാലവും നമ്മെ വിളിക്കണമേ എന്നൊന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുമോ? നിശ്ചയമായി അവൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. വിളിച്ച ദൈവം വിശ്വസ്തൻ. ഇന്ന് പകൽക്കാലവും നമ്മെ വിളിക്കാൻ, നമ്മെ വേലയേൽപ്പിക്കാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. മാറാത്ത ദൈവമത്രേ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.